ഗുഡൻ ടാഗ് ഇഷ്പിൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്ന് ഉള്ളത് വീസ്ബാഡൻ എന്ന് പറയുന്ന ഒരു ടൗണിലാണ്. ജർമ്മനിയിലെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് സിറ്റിയാണിത്. സോ ഇവിടെ നല്ല ഓൾഡ് ആർക്കിടെക്ചർ നമുക്ക് കാണാൻ സാധിക്കും, ബിൽഡിങ്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ കണ്ടോ, നല്ല രസമുണ്ട്. സിമിലാരിറ്റി ഉള്ള ബിൽഡിങ്സ് ഒക്കെ കാണാൻ. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ജർമ്മനിയിൽ എല്ലായിടത്തും, ജർമ്മനി മാത്രമല്ല, ഐ ഫീൽ യൂറോപ്പ് എല്ലായിടത്തും ക്രിസ്മസിൻ്റെ പ്രീ പ്രൊഡക്ഷൻസ് ആയിരിക്കും. ലൈക്ക് എല്ലായിടത്തും ക്രിസ്മസ് ആഘോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ അതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണിത്. ഈ ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഓപ്പൺ ആവും. നമുക്ക് അതിൻ്റെ ഒരു വ്ളോഗ് നമുക്ക് പിന്നെ ചെയ്യാം. സോ ഇപ്പം ഇതൊരു പള്ളിയാണെന്ന് തോന്നുന്നു, കാരണം പള്ളികൾ ജർമ്മനിയിൽ എപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് കോമൺ ആണ്. സോ പള്ളികൾ എല്ലായിടത്തും ഉണ്ടായിരിക്കും. എല്ലാം ഭയങ്കര ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ രാത്രി ഭയങ്കര ഡേർട്ടി ആണെങ്കിലും രാവിലെ അവിടെ കണ്ടോ, അവിടെ ഒരാൾ പോകുന്നുണ്ട്, ക്ലീൻ ചെയ്ത ആൾ കണ്ടോ, ബാസ്ക്കറ്റെല്ലാം ഒരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് പോകണം നമുക്ക് കാണാൻ പറ്റും. സോ ഹീസ് ദ വൺ ഹു ക്ലീൻ ദിസ് ഓൾ. സോ എപ്പോഴും ഭയങ്കര ക്ലീൻ ആൻഡ് ടൈഡി ആക്കി വെക്കും. ഓ, ദിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. എന്ത് ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ആ സ്ട്രക്ചറും ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ടവറും ആ കളറ് തന്നെ നമ്മുടെ നാട്ടിലെ ബ്രിക്സ് ഇല്ലേ, ആ ബ്രിക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഐ മീൻ ആ ബ്രിക്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നുള്ളത് ഉണ്ടാക്കിയവരോട് തന്നെ ചോദിക്കണം. സോ ഗുഡ്. നമ്മളിതിൻ്റെ ഉള്ളിൽ കയറും. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാണാം. കണ്ടോ, ആർക്കിടെക്ചർ ബിൽഡിങ്സ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇവിടുത്തെ, അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതൊക്കെ ഓക്കെയാണ്. ദിസ് ഈസ് ഓൾ നോർമൽ. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുക വരുന്നത്, കാരണം നമുക്ക് അത്രയും തണുപ്പ് പുറത്തുണ്ട്. സോ അടിയിൽ എനിക്ക് തോന്നുന്നു ഗ്യാസ് പൈപ്പ് ലൈൻസും ഹീറ്റിങ്ങിൻ്റെ ലൈൻസൊക്കെ പോകുന്ന ഇതാണെന്ന് തോന്നുന്നു. സോ അതുകൊണ്ടാണ് ഇങ്ങനെ പുക വരുന്നത്. സോ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സൊക്കെ നല്ല രസമാണ്. ക്രിസ്മസ് മാർക്കറ്റ് ഇവിടെ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് ക്രിസ്മസ് ആവുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇവിടെ വരാം. ഇവിടുത്തെ ബിൽഡിംഗ് സ്ട്രക്ചറാണ് അടിപൊളി. എന്ത് രസമായിട്ടാണ് ഇവർ പണിത് വെച്ചേക്കണത്. എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഇവിടെ തോന്നണത്. നല്ല രസമുണ്ട് ഇവിടുത്തെ ആർക്കിടെക്ചർ കാണാനായിട്ട്. So that's the demand of Wiesbaden എന്ന് തോന്നുന്നു. കാരണം വീസ്ബാഡൻ
ആർക്കിടെക്ചർ ഭയങ്കര ഫേമസും ആണ്. ഏതൊരു പിയാനോ ഷോപ്പാണ് കേട്ടോ. സോ നമുക്ക് പുറത്തുതാ പിയാനോ നമുക്ക് വേണമെങ്കിൽ പ്ലേ ചെയ്യാം. സ്പിൽമിഷ് ലാസ്മിഷ് ഹൈലെ, അതായത് എന്നെ പ്ലേ ചെയ്തോളൂ എന്നാണ് പറയുന്നത്. എനിക്കറിയുന്നില്ല കേട്ടോ, ചുമ്മാ വെറുതെ പ്ലേ ചെയ്യുന്നതാ. പക്ഷെ ഇത് നല്ല ഒറിജിനൽ സാധനമാണ്. നമ്മൾ കുട്ടികൾക്ക് മേടിച്ചിടുന്ന പോലത്തെ സാധനമൊന്നുമല്ല, നല്ല ഒറിജിനൽ സാധനങ്ങളാണ്. ഇത് കണ്ടോ, ഇവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ സാധനങ്ങൾ. സോ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ആൻറ്റിക് ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ജുവലറീസും ഒക്കെ ഉണ്ട്, പക്ഷെ അത്ര അങ്ങനെ വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. പക്ഷെ എന്താ പറയുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണെന്നാണ് പറയണേ. ഇന്ത്യയിൽ നിന്ന് ഉള്ള ബാഗുകൾ, ഇത് ഇന്ത്യൻ മെയ്ഡാണ്, ഹാൻഡ് മെയ്ഡാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ഹാൻഡ് മെയ്ഡ്സും ആൻറ്റിക്കും ഒക്കെയുള്ളൊരു ഇതെല്ലാം ഹാൻഡ് മെയ്ഡ്സാണ്. ഇതാണ് ബ്രാൻഡ്, എനിക്ക് തോന്നുന്നു ഇത് ഇന്ത്യയിലാണ്. ഫെയോ ഹാൻഡ് ട്രേഡ് മെയ്ഡ്, ഇതാണ് ഈ കമ്പനിയുടെ പേര്. സോ അറിയത്തില്ല, പക്ഷെ ഇതെല്ലാം ഹാൻഡ് മെയ്ഡ്സാണ്, എല്ലാം ഹാൻഡ് മെയ്ഡ് ബാഗുകളാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ, നല്ല ഡിസൈൻസ്. ഗുഡ് ഗുഡ് ഗുഡ്. ഇവിടെ കുറേ ഷോളുകളും സംഭവങ്ങളും ഒക്കെയുണ്ട്. ഇവിടെ കാഫി ബീൻസ് കിട്ടുമെന്നാണ് പറഞ്ഞത്, കോഫി ബീൻസ്. സോ നമുക്കതൊന്ന് നോക്കാം എന്താ സംഭവം. ഇതൊക്കെ അറിയാമല്ലോ, ഇതൊക്കെ നമുക്കറിയാം, കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതൊക്കെ ഒരു ഹാൻഡ് മെയ്ഡ്സ് ആണ് എന്നുള്ളത്. സോ ഇതെല്ലാം കണ്ടോ, ഹാൻഡ് മെയ്ഡ്സ് ആണ്, എല്ലാം ഹാൻഡ് മെയ്ഡ്സ് ആണ്. കുട്ടികൾക്ക് വെച്ച ടോയ്സ് ആണ് ഇതെല്ലാം. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ്. It's all coffee, right? Coffee, yeah. It's all coffee beans, like from different places. നമുക്കിവിടെ അത് ഗ്രൈൻഡ് ചെയ്ത് കിട്ടും എന്നാണ് അവർ പറഞ്ഞത്. ഇത് കോഫി ബീൻസ്. അപ്പോൾ കോഫി ബീൻസ് ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു റോസ്റ്റഡ് ചെയ്യാത്തതാണെന്ന് തോന്നുന്നുണ്ട്, ഫ്രം പെറു. സോ ഈ മെഷീനിൽ ഇതുകൊണ്ട് ഈ മെഷീനിലിട്ടിട്ട് അവർ റോസ്റ്റ് ചെയ്യും. ഈ മെഷീനിലിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഇതാണ് റോസ്റ്റ് ചെയ്യുന്ന മെഷീനാണെന്ന് തോന്നുന്നുണ്ട് അത്. ഇവിടെ കുറേ ഇരിക്കുന്നുണ്ട് കേട്ടോ ബാഗ്സ്, ബാഗ് ഓഫ് കോഫി ബീൻസ്. Exactly who they are and how they produce, and we try to maintain the traditional handicraft, so to speak, their skills. So we hope it does not go into industrial production. It's kind of to maintain handicraft. Yes, it's all of them are, it's hand painted, so it's all different, what I mean? So it's a little bit. But these ones are they don't use for normal uses, like they keep it inside the shelves in the house also, right? No, Do they use it in the for kitchen? normal use, you can put it even in the dishwasher. Kitchen, Yeah. No, but it's not decoration. നമ്മൾ ഗ്രൈൻഡ് ചെയ്യണത്.
guys have used like Yeah. viral shop. ഇവിടെ നിന്നാണ് നമ്മളിത് മേടിച്ചത്. സോ നല്ലൊരു ഷോപ്പാണ് കേട്ടോ. സോ ഐ റെക്കമെൻഡ് ദിസ്. നല്ല അടിപൊളി ഷോപ്പാണ്. നമുക്ക് ആൻറ്റിക് സാധനങ്ങളും നല്ല കോഫി ബീൻസും ഒക്കെ കിട്ടുന്ന നല്ലൊരു ഷോപ്പ് വീസ്ബാഡനിലാണ് ഇതുള്ളത്. കോണ്ടിക്കോ. ഓക്കെ, ക്രിസ്മസ് പ്രമാണിച്ചിട്ടുള്ള ആഘോഷങ്ങളാണ് കണ്ടോ. ഇതെല്ലാം ക്രിസ്മസിന് വേണ്ടിയുള്ള ഡെക്കറേഷൻസ് ആണ്. ഇത് ആങ്കർ ബോട്ട് ഓഫറാന്ന് പറയുന്നത് കേട്ടോ, 2 യൂറോയ്ക്ക് തരണം. സോ നമുക്ക് ഈ കടയിലൊന്ന് കയറി നോക്കാം ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അല്ല, ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, നമുക്ക് നോക്കാം. സോ ഇത് ഭയങ്കര ഡെക്കറേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഫ്ലവർ ഷോപ്പാണെന്ന് തോന്നുന്നു. യെസ്, ഇറ്റ്സ് എ ഫ്ലവർ ഷോപ്പ്. കണ്ടോ, കുറേ നല്ല നല്ല ആന്തൂറിയല്ലേ ഇത്? ആന്തൂറിയം. ഇതെന്താ, ഇതെന്ത് കളറാണെന്ന്, എന്ത് പൂവാണെന്ന് എനിക്കറിയില്ല കേട്ടോ. സോ ഇവിടെ എന്തൊക്കെയോ വെറൈറ്റീസ് ഉണ്ട്. ഹലോ, ഇതൊന്നും പ്ലാസ്റ്റിക് അല്ല. കാണുമ്പോൾ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണയാണ്. സോ ഇതൊക്കെ ബൊക്കെ ഉണ്ടാക്കുന്നൊരു ഷോപ്പാണ് ഇതെല്ലാം. സോ അവിടെ വർക്കറുകൾ ഉണ്ടാക്കുന്നുണ്ട് ബൊക്കകളൊക്കെ. കൂടാതെ ക്രിസ്മസ് വരുന്നതുകൊണ്ട് അതിൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. വാവ്, വാട്ട് ഈസ് ദിസ്? ഇത് ഭംഗിയാണ്. ഇതെന്താ ഇത്? അവർ തന്നെ ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. ഒരു ഫെദറൊക്കെ ഇത്, അതായത് മരത്തിൻ്റെ ചില്ല വെച്ചിട്ടേ കണ്ടോ, മരത്തിൻ്റെ ചില്ല വെച്ചിട്ട് ഭംഗിയാക്കി ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എന്ത് രസമല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതാ ഇതും കണ്ടോ, ഇതൊക്കെ അവരുണ്ടാക്കിയിരിക്കുന്നതാണ്. എവറിത്തിങ് ഈസ് ബൈ ഹാൻഡ് മെയ്ഡ് അല്ലേ? എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇതെല്ലാം നല്ല രസമുണ്ട്. ഫ്ലവേഴ്സ് എല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സാണ്. അതാണ് ഇവിടെ പ്രത്യേകത. ഫ്ലവേഴ്സ് എല്ലാം ഒറിജിനലാണ്. അതല്ലാണ്ട് കാണുന്ന സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക്കൊക്കെയാണ്. പക്ഷേ ഫ്ലവേഴ്സ് ഈസ് സെയിം. ഞാനത് ചോദിക്കുകയും ചെയ്തു, കാരണം എനിക്കിത് കണ്ടപ്പോൾ ഇതെന്താ, ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ്, ഇതൊക്കെ അതാണ്. പക്ഷേ ഇത് ഒറിജിനൽ ഫ്ലവറാണ് കേട്ടോ. ഒറിജിനൽ ഫ്ലവറാണ്, അതൊക്കെ ഒറിജിനലാണ്. കാരണം ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഡൗട്ടായി. ഇതെന്ത്, ഞാൻ എന്നിട്ട് ചോദിച്ചു ഇത് പ്ലാസ്റ്റിക് ആണോ എന്ന്. അപ്പോൾ പറഞ്ഞല്ല, ഇതെല്ലാം ഒറിജിനലാണെന്ന്. കാരണം കണ്ട, ഇതൊക്കെ തൊട്ട് നോക്കുമ്പോഴേ എന്താ ഒറിജിനലാണോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ ഒറിജിനലാണ് ഇതൊക്കെ. രാത്രി ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. കാരണം ഇവിടെ ഉണ്ടോ, ഇതൊക്കെ കത്തിത്തുടങ്ങും. പക്ഷേ ഇപ്പോൾ രാത്രി ആയിട്ടില്ല. സോ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ. ഇതേ ഇവിടെ ഒരു കാർ കിടക്കുന്നുണ്ടോ, പഴയ കാറാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വാവ്, നമുക്ക് ഇതിലേ പോവാം. ചൂടുള്ള വെള്ളം, തണുപ്പ് കാലത്ത് ചൂടുവെള്ളം കിട്ടണു എന്ന് പറഞ്ഞ സെറ്റപ്പ് ഒന്നുമല്ല. ഇവിടെ എന്തോ ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് തെർമൽ വാട്ടർ സർക്ക 64 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് ഈ വാട്ടറിന്. ഓക്കെ, പക്ഷേ ഒരാൾ ഓക്കെ ഇത് വളരെ ചെറുതായിട്ട് കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതിൽ കുറേ ഇതാക്കണ്ട, ഇതൊക്കെ കാൽഷ്യം, മഗ്നീഷ്യം അതൊക്കെ ഇതിലുണ്ട്. ഞാൻ കണ്ടോ ഇതെല്ലാം പിന്നെന്താ 0.4 ലിറ്റർ പ്രോട്ടാകും. ഒരാൾ 0.4 ലിറ്റർ വരെ ഒരു ദിവസം ഇത് കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഭയങ്കര ഒരു ഉപ്പ് രസമുണ്ട്, പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ഉപ്പ് രസം ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ റോളക്സിൻ്റെ പൈസ ചോദിച്ചു. ഇത് 5000 യൂറോസ് ആണ്. ഇതും 5000 യൂറോസ് ആണ്. ആൻഡ്
കാർട്ടിയാർ 3000 സംതിങ് ആണ് പറഞ്ഞത്. സോ എല്ലാം ആ ഒരു റേഞ്ചാണ്. പക്ഷേ ലക്ഷറി സെക്കൻഡ് ഹാൻഡ് വാച്ചസ് ആണെന്ന് തോന്നുന്നു. സെക്കൻഡ് ഹാൻഡ് വാച്ചസ് ആണ്. സോ വാച്ചുകൾ പ്രീമിയം വാച്ചസ് വാങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെക്കൻഡ് ഹാൻഡ് വാച്ചസ് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇവിടെയൊക്കെ കാർട്ടിയാർ ഇരിപ്പുണ്ട്. ഓക്കെ, നമ്മളൊരു ചായ കുടിക്കാൻ പോവാണ്. ഭയങ്കര തണുപ്പ്. സോ വി നീഡ് സംതിങ് ഹോട്ട്. ഞാനിവിടെ ഒരു നല്ലൊരു സീനറി കണ്ടു. ഞാനപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇവിടെ. ഓക്കെ, ഒരൊറ്റ ഇത് സ്റ്റെപ്പാണ്, പക്ഷെ എന്ത് രസമായിട്ട് ഉണ്ടാക്കി വെച്ചതിനെ കണ്ടോ. അതൊരു ലൈക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി അങ്ങനെ കയറി ഇങ്ങനെ കയറി അങ്ങനെ കയറി മുകളിലേക്ക് എത്തേണ്ട ഒരു പരിപാടിയാണ്. ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്പാണ്, പക്ഷെ അവർ ഹൗ ക്രിയേറ്റിവിറ്റി ദേ ഡൺ. സി കണ്ടോ, ഇവിടെ നിന്ന് അടുത്ത് കാണുമ്പോഴാണ് നമുക്ക് കണ്ടോ ഇവിടെ ഒരു പാർട്ട്, മുകളിൽ വേറെ പാർട്ട്, അതിൻ്റെ മുകളിൽ വേറെ പാർട്ടാണ്. പക്ഷേ നമ്മളത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കത് തോന്നത്തേയില്ല. അങ്ങനെ ഫൈനലി ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കിട്ടി. സോ ഇത് എന്ത് റെസ്റ്റോറൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നത് ഏഷ്യൻ ആണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം. സോ I think it's Asian restaurant. It's Asian, yeah? Is it Asian? Lebanese. Lebanese. It's Lebanese restaurant. Sorry. No problem. Syrian Lebanese. Okay. Or the kulti multi. Kulti multi. This is from India. Yeah. See, എല്ലായിടത്തു നിന്നുള്ള പൈസ ഉണ്ട്. Yani Alista. നമ്മുടേതാ പൈസ ഇവിടെ ഉണ്ട്. പക്ഷേ എല്ലായിടത്തു നിന്നുള്ള പൈസ ഇവിടെ ഉണ്ട്. ഇവരായിരിക്കും ഇതിൻ്റെ ഓണേഴ്സ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. നല്ല രസമുണ്ട് റെസ്റ്റോറൻറ്റ് കാണാൻ. ഇതാ ഈ പട്ടി അവരുടെയാന്ന് തോന്നുന്നുണ്ട്. ഇതിവിടെയുള്ള റെസ്റ്റോറൻറ്റ്, ഇവിടുത്തെ ഡോഗിൻ്റെ ഇവിടുത്തെ പെറ്റാണിത്. നോക്കിയാവൻ. സോ നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. നല്ല ലൈറ്റും കാര്യങ്ങളും നല്ല ആംബിയൻസും ഒക്കെ ഉണ്ട്. ലെബനീസ് റെസ്റ്റോറൻ്റ് ആണ്. സോ ലെറ്റ്സ് പക്ഷേ ഇതൊക്കെ ഒരുപാടുണ്ട്. നല്ലൊരു ഓപ്ഷൻ അല്ലേ? കൊള്ളാം. സോ നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളിതാ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ചൊന്നും കാണാനില്ലെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. പക്ഷെ എന്നാലും നമ്മളിവിടെ ഒന്ന് കറങ്ങി പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. ലൈക്ക് ഇത് ഐസ് സ്കേറ്റിംഗ് ചെയ്യാനുള്ള സ്ഥലമാണ്. പക്ഷെ ഇതുവരെ ആയിട്ടില്ല. കുറച്ചുകൂടി കഴിയണം. എനിക്ക് തോന്നുകയാണെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഐസ് സ്കേറ്റിംഗ് ചെയ്യാനുള്ള, ഒന്നില്ലെങ്കിൽ സ്ലാബായിരിക്കും. ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ നമുക്ക് ഐസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് സ്ലാബ് ആയാലും മതി. അപ്പോൾ ഇത് മൊത്തം ഇട്ടിട്ട് പക്ഷെ നമ്മൾ അങ്ങനെയാണ് പ്ലാൻ. പക്ഷെ നമ്മളിവിടെ ഇത് കുറച്ച് കഴിഞ്ഞാൽ വരും തോന്നുന്നു. വി വിൽ ബി കമ്മിങ് ഹിയർ ആൻഡ് സീയിങ് വാട്ട് ഈസ് ദിസ് ആൻഡ് ഓൾ. സോ വിൽ സീ ലേറ്റർ ദിസ് ബിൽഡിംഗ് ഹോപ്പ്ഫുള്ളി. അപ്പോൾ അതാണ് വീസ്ബാഡൻ എന്ന് പറയുന്ന സ്ഥലം. അത്ര ക്രൗഡഡ് അല്ല, നല്ല ആംബിയൻസ് ആണ് ഇവിടെ. നല്ലൊരു എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ കൾച്ചർ ഉണ്ട്. പിന്നെ ഫുഡ് വാസ് അമേസിങ്, വെരി ടേസ്റ്റി. ക്വാണ്ടിറ്റി വൈസ് ഇത്തിരി ആണെങ്കിൽ കൂടിയും ഇറ്റ് വാസ് വെരി ഡെലീഷ്യസ്. ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഫുഡ്. നല്ല അടിപൊളി കബാബും എന്താ പറയുക, പിന്നെ ഇറ്റ്സ് ലെബനീസ് സ്റ്റൈലാണ് എല്ലാം. ചായ ഉണ്ടായിരുന്നു, പിന്നെ ഇറ്റ് വാസ് സോ ഗുഡ്. സോ ഭയങ്കരമായിട്ട് നല്ലൊരു ഫുഡായിരുന്നു അത്. സോ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പ്രത്യേകിച്ച് എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇല്ല. ലൈക്ക് വി ആർ ഗോയിങ് ബാക്ക് ഹോം. പിന്നെ ഇതിപ്പോൾ ഐസ് സ്കേറ്റിംഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് ഐസ് സ്കേറ്റിംഗ് ചെയ്യാമായിരുന്നു. സോ ഐസ് സ്കേറ്റിംഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വണ്ടികളും ഇതൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു
ഒന്നുമില്ല. ജർമ്മൻ സിറ്റി പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് വെച്ചാൽ സാധാരണ ജർമ്മൻ സിറ്റി കാണുന്ന പോലെയൊക്കെ തന്നെ. ബിൽഡിങ്സ് ആണ് കുറച്ചുകൂടി അട്രാക്റ്റീവ്. ബിൽഡിംഗ് സ്ട്രക്ചർ ആൻഡ് ദെയർ എന്താ പറയുക, അതൊക്കെയാണ് ഇവിടെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് തോന്നിയിരിക്കുന്നത്. ബാക്കി ഓൾ സെയിം തന്നെ, സെയിം ആയിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. നമ്മളിവിടുന്ന് പോവാണ്. സോ വീസ്ബാഡൻ സിറ്റി ഇത്രയൊക്കെ തന്നെ ഉള്ളതെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും വീസ്ബാഡനിൽ ഞാൻ അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ആൻഡ് യാ, സൈനിങ് ഓഫ്. Ich bin Malayali. See you around.